ഇരിട്ടി പുഴയിൽ ചാടിയ യുവതിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവശനായ പശ്ചിമബംഗാൾ സ്വദേശി ഷാനുവിനെയും മരണത്തിൽ നിന്ന് രക്ഷിച്ച അമേഘ് എന്ന ചെറുപ്പക്കാരന്റെ മനക്കരുത്തിനും സന്നദ്ധതയ്ക്കും സ്വന്തം നാടായ മുഴക്കുന്നിന്റെ സ്നേഹാദരം. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ മുഴക്കുന്ന് ടൗണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അമേഘിനെ ആദരിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KG ദിലീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഴക്കുന്നിലെ അമേഘും തീർച്ചയായും ഒരു പോരാളി തന്നെയായിരിക്കും. അങ്ങനെ വളരാൻ കഴിയും. വളരെ പെട്ടെന്നാണ് അമേഘ് ഒരു തീരുമാനമെടുക്കുന്നത്. ഒരു പുഴയിൽ മുങ്ങിത്താഴുന്ന ഒരു ജീവനെ രക്ഷിക്കാൻ അമേഘിന് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഇരിട്ടി പുഴയെക്കുറിച്ച് നമുക്കറിയാം, ഏറ്റവും അപകടം പിടിച്ചൊരു പുഴയാണ്. അമേഘ് ഇറങ്ങിയ സ്ഥലത്താണ് 2-3 പേര് അല്ലെ ഇതിനു മുമ്പ് ജീവൻ തന്നെ നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അമേഘിന്റെ മുമ്പിൽ അതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. അമേഘിന്റെ ആ കൃത്യസമയത്തുള്ള ഇടപെടലിന്റെ ഭാഗമായി യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങിയ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയും 2 പേരുടെ ജീവനാണ് അമേഘിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് രക്ഷിക്കാൻ കഴിയും. തീർച്ചയായും മുഴക്കുന്നിലെ എല്ലാ മനുഷ്യർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ നാട്ടിൽ കളിച്ചു വളർന്ന ഈ നാടിന്റെ പ്രിയപുത്രൻ 2 മനുഷ്യ ജീവൻ സംരക്ഷിക്കാൻ നേതൃത്വം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം സംബന്ധിച്ച് വളരെയേറെ ആവേശകരമാണ്, അഭിമാനകരമാണ്. ഇരിട്ടി പാലത്തിലൂടെ പോകുന്നതിനിടയിലാണ് ഡെലിവറി ബോയിയും മുഴക്കുന്ന് സ്വദേശിയുമായ അമേഘ് പാലത്തിൽ ആളുകൾ തടിച്ചുകൂടിയത് കണ്ടത്. നോക്കിയപ്പോൾ പുഴയിലെ വെള്ളത്തിൽ 2 പേർ മരണത്തോട് മല്ലടിക്കുന്നതും കണ്ടു. മറ്റൊന്നും ആലോചിക്കാതെ പുഴയിലേക്ക് ചാടിയ അമേഘ് 2 പേരെയും രക്ഷിച്ച് കരയിലേക്ക് കയറ്റുകയായിരുന്നു. ആദരം പരിപാടിയിൽ ഡിവൈഎഫ്ഐ ഇരിട്ടി ബ്ലോക്ക് സെക്രട്ടറി PV ബിനോയ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളും നിരവധി നാട്ടുകാരും പങ്കെടുത്തു. ഏജനറ്റ് ന്യൂസ്.